Meet the editors. മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദത്തിൽ മുൻ വ്യവസായ ഡയറക്ടർ കെ ഗോപാലകൃഷ്ണനെ തള്ളി പോലീസ് റിപ്പോർട്ട്. ഗോപാലകൃഷ്ണന്റെ ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. ഗ്രൂപ്പ് ഉണ്ടാക്കിയ ഫോൺ 2 തവണ ഫോർമാറ്റ് ചെയ്തു എന്നാണ് കണ്ടെത്തൽ. ഡിജിപിയുടെ അന്വേഷണ റിപ്പോർട്ടിന് ലഭിച്ചു. ഗോപാലകൃഷ്ണന്റെ ഫോണിൽ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തിയത് ഒക്ടോബർ 31-ന്. ഗ്രൂപ്പിൽ ചേർത്തവരെ റിമൂവ് ചെയ്തത് അന്ന് രാത്രി 9:35-ന്. ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് വിശദീകരണം നൽകിയത് നവംബർ 1-ന് ഉച്ചയ്ക്ക്. ഫോൺ ഹാക്ക് ചെയ്യപ്പെട്ടുവെന്ന് ഗോപാലകൃഷ്ണൻ പരാതി നൽകിയത് നവംബർ 4-ന്. ഗോപാലകൃഷ്ണന്റെ വാദങ്ങളെല്ലാം പച്ചക്കള്ളമെന്ന് പോലീസ് റിപ്പോർട്ട്. ഫോൺ ആരും ഹാക്ക് ചെയ്തിട്ടില്ല. ഗോപാലകൃഷ്ണൻ ആദ്യം ഹാജരാക്കിയത് iPhone 12 Pro. വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് സാംസങ് ഫോണിൽ. SM-S11B DS സാംസങ് ഫോൺ പോലീസിൽ ഹാജരാക്കിയത് നവംബർ 6-ന്. കൈമാറുന്നതിന് മുൻപ് ഫോൺ 2 തവണ ഫോർമാറ്റ് ചെയ്തു. നടന്നത് തെളിവുകൾ നശിപ്പിക്കുക എന്ന ഗുരുതര കുറ്റകൃത്യം. മതാടിസ്ഥാനത്തിൽ ഗ്രൂപ്പ് ഉണ്ടാക്കാൻ ഗോപാലകൃഷ്ണന് അധികാരം നൽകിയത് ആര്? ഗോപാലകൃഷ്ണന്റെ ഉദ്ദേശ്യം ദുരൂഹമെന്ന് തെളിഞ്ഞിട്ടും നടപടിയെടുക്കാതെ സർക്കാർ. വർഗീയ നിലപാടിന് സർക്കാരിന്റെ തലോടലോ? നമ്മുടെ ചോദ്യം സുരക്ഷിതനായോ എന്നുള്ളതാണ്. ഉണ്ണിബാലകൃഷ്ണൻ, ചാർജ് മെമ്മോയാണല്ലോ നമ്മുടെ ഇന്നത്തെ വാർത്ത. അപ്പോൾ ആ ചാർജ് മെമ്മോയിൽ നിന്നും ഒരു മനസ്സിലാക്കൽ എന്താണ്? ഗോപാലകൃഷ്ണൻ സുരക്ഷിതനായോ? പൂർണ്ണമായും സുരക്ഷിതനായി എന്ന് മാത്രമല്ല, പൂർണ്ണമായും സംരക്ഷിച്ചു ഗോപാലകൃഷ്ണനെ എന്നുള്ളതാണ് എൻ്റെ നിലപാട് ഇക്കാര്യത്തിൽ. ഇപ്പോൾ താങ്കൾ പറഞ്ഞതുപോലെ ഒരു ചാർജ് മെമ്മോ അദ്ദേഹത്തിന് കൊടുത്തിട്ടുണ്ട്. ഒറ്റ വരിയുള്ളല്ലോ ആ ചാർജ് മെമ്മോയിൽ. ഉദ്യോഗസ്ഥർക്കിടയിൽ വിഭാഗീയത ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഈ ഒറ്റ കുറ്റാരോപണമേ ഉള്ളൂ. അക്കാര്യത്തിൽ അദ്ദേഹം 1 മാസത്തിനുള്ളിൽ മറുപടി നൽകണം. ഇത് മാത്രമാണ് ആ ചാർജ് മെമ്മോ എന്ന് പറയുന്നത്. ഞാൻ എന്തുകൊണ്ടാണ് ഈ ചാർജ് മെമ്മോ നിലനിൽക്കില്ല എന്ന് പറയാൻ കാരണം, ഡിസംബർ 2-ാം തീയതി ഇതേ കേസിൽ ഒരു നാർക്കോട്ടിക് സെല്ലിൻ്റെ SP ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് നൽകിയിട്ടുണ്ട് ഇതേ കേസിൽ. അതിനു മുമ്പ് തിരുവനന്തപുരം സിറ്റി DCP ഒരു പ്രാഥമിക അന്വേഷണ റിപ്പോർട്ട് ഇതേ കേസിൽ നൽകിയിട്ടുണ്ട്. ഈ 2 റിപ്പോർട്ടുകളും പറയുന്നത് ഇതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ്. അതായത് വളരെ മുമ്പേ തന്നെ ഗോപാലകൃഷ്ണനെ സംരക്ഷിക്കാനുള്ള നീക്കങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞിട്ടുണ്ട്. 3 കാര്യങ്ങളാണ് ഈ നാർക്കോട്ടിക് സെല്ലിൻ്റെ SP കൊടുത്തിരിക്കുന്ന റിപ്പോർട്ടിൽ, പ്രാഥമിക റിപ്പോർട്ടിൽ പറയുന്നത്. ഒന്നാമത്തെ കാര്യം, കേസെടുക്കാൻ കഴിയില്ല. എന്തുകൊണ്ട് കേസെടുക്കാൻ കഴിയില്ല? അതാണ് രണ്ടാമത്തെ കാര്യം. ഗ്രൂപ്പിന് പുറത്തു നിന്നുള്ള ആരെങ്കിലും പരാതി നൽകിയാൽ കേസെടുക്കാൻ കഴിയില്ല. ഇതൊരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയിരിക്കുന്ന കേസാണല്ലോ. അതിന് പുറത്തു നിന്ന് ആരെങ്കിലും പരാതി കൊടുത്താൽ അതിൽ കേസെടുക്കാൻ കഴിയില്ല എന്നാണ്. അത് കൊല്ലം DCC ജനറൽ സെക്രട്ടറിയാണ് ആ കേസ് കൊടുത്തത്. ആ കേസ് തള്ളിക്കൊണ്ടാണ് ഈ റിപ്പോർട്ട് വന്നിരിക്കുന്നത്. ഇതിനകത്ത് എന്നെ അത്ഭുതപ്പെടുത്തുന്ന ഒരു കാര്യം, ഈ കേസിലൊരു പൊതുതാൽപര്യമില്ലേ? ഒരു പൊതുതാൽപര്യമുണ്ടല്ലോ. അതായത് സംസ്ഥാനത്തെ ഏറ്റവും ഉന്നതരായ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു പ്രത്യേക മതവിഭാഗീയത ഉണ്ടാക്കാൻ ഏതെങ്കിലും ഒരു ഓഫീസർ ശ്രമിച്ചാൽ അതൊരു പൊതുതാൽപര്യ പ്രശ്നമല്ലേ? അത് ഈ സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്കെതിരായിട്ടുള്ളൊരു കാര്യമല്ലേ? ഈ സംസ്ഥാനത്തിൻ്റെ ഭരണയന്ത്രം തിരിക്കുന്ന ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു മതവിഭാഗത്തിൻ്റെ ആശയങ്ങൾ പ്രവർത്തിക്കുകയും അങ്ങനെ വിഭാഗീയമായി ഭരണകൂടം പ്രവർത്തിക്കുകയും ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അത് സംസ്ഥാനത്തിൻ്റെ പൊതുതാൽപര്യത്തിനെതിരാണ്. അതുകൊണ്ട് തന്നെ ആർക്കും ഈ വിഷയത്തിൽ കേസ് കൊടുക്കാമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ലിറ്റിഗേഷൻ ഫോർ പ്രൊട്ടക്റ്റിംഗ് പബ്ലിക് ഇൻട്രസ്റ്റ് എന്നാണ് അതിൻ്റെ നിർവചനം തന്നെ അങ്ങനെയാണ്. അതായത് പൊതു താല്പര്യങ്ങൾക്ക് എതിരാകുന്ന ഏത് കാര്യത്തിനും എതിരെ നിങ്ങൾക്ക് കോടതിയെയോ പോലീസിനെയോ സമീപിക്കാം. അതിനാണ് PIL എന്നൊരു സംവിധാനം ഉണ്ടായിരിക്കുന്നത്. ഇവിടെ പൊതു താല്പര്യം ഹനിക്കപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് കേസെടുക്കാൻ കഴിയും എന്ന് തന്നെയാണ് എൻ്റെ വാദം. അതായത് ഈ പോലീസ് റിപ്പോർട്ടിലെ 1-ാമത്തെ വാദം നിലനിൽക്കില്ല. കാരണം സംസ്ഥാനത്തെ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റവും പ്രമുഖരായ ഉദ്യോഗസ്ഥർക്കിടയിൽ ഒരു പ്രത്യേക മതവിഭാഗമായി പ്രവർത്തിക്കുന്ന ഒരു സംഘം രൂപപ്പെട്ടാൽ ആ ഭരണകൂടത്തെ നമുക്ക് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല. ആ ഭരണകൂടം സംസ്ഥാനത്തിന് ഗുണകരമായി പ്രവർത്തിക്കില്ല. അത് സംസ്ഥാനത്തിൻ്റെ പൊതു താല്പര്യത്തിനെതിരാണ്. അതുകൊണ്ട് ഈ കേസിലൊരു പൊതു താല്പര്യമുണ്ട്. അതുകൊണ്ട് ആര് കേസ് കൊടുത്താലും, അത് ഞാൻ കൊടുത്താലും നിങ്ങൾ കൊടുത്താലും, പോലീസ് ഇക്കാര്യം അന്വേഷിക്കണം എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. രണ്ടാമത്തെ കാര്യം, ഗ്രൂപ്പിൽ നിന്ന് പരാതി ഉണ്ടാകണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഗ്രൂപ്പിൽ നിന്ന് പരാതി ഉണ്ടാകുമെന്ന് നിങ്ങൾ ആരെങ്കിലും പ്രതീക്ഷിക്കുന്നുണ്ടോ? ഈ ഗ്രൂപ്പിൽ നിന്നൊരു പരാതി ഉണ്ടാകാനുള്ള യാതൊരു സാധ്യതയും കാണുന്നില്ല. എന്നാൽ ഈ വിവാദത്തിൻ്റെ തുടക്കത്തിൽ ഒരു IAS ഉദ്യോഗസ്ഥൻ ഒരു പരാതി കൊടുത്തിരുന്നല്ലോ. എന്തുകൊണ്ട് നിങ്ങൾ മുസ്ലിം ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് ചോദ്യം ഉന്നയിച്ചല്ലോ. അതുമായി ബന്ധപ്പെട്ട സ്ക്രീൻഷോട്ട് ഹാജരാക്കിയല്ലോ. ആ പരാതി എവിടെ പോയി? ആ പരാതി പൂഴ്ത്തിയിരിക്കുന്നു. അതായത് ഇന്ന് ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ചാർജ് മെമ്മോയിൽ ഒരു പരാതി ഇപ്രകാരം ഒരു IAS ഉദ്യോഗസ്ഥനെ ഉയർത്തിക്കാട്ടിയതായി ഒരു പരാമർശവും ഉണ്ടായിട്ടില്ല. അപ്പോൾ വീണ്ടും
വീണ്ടും കേസ് ഒതുക്കാനുള്ള ശ്രമമാണ്. അതായത് പോലീസ് റിപ്പോർട്ട് പറയുന്നു പുറത്തു നിന്ന് പരാതി ഉണ്ടെങ്കിൽ സ്വീകരിക്കാൻ കഴിയില്ല, എന്നാൽ അകത്തു നിന്ന് പരാതി ഉണ്ടെങ്കിൽ സ്വീകരിക്കാമെന്ന് പറയുന്നു. അകത്തു നിന്നൊരു പരാതി ഉണ്ടായിരിക്കുന്നു, ആ പരാതി എവിടെയും പരാമർശിക്കപ്പെടുന്നില്ല. ഇനി മൂന്നാമത്തെ കാര്യമാണ് ഏറ്റവും രസകരമായ കാര്യം. വർഗീയമായ സന്ദേശങ്ങൾ ഈ ഗ്രൂപ്പിലൂടെ പ്രചരിപ്പിച്ചു എന്ന് നിഗമനത്തിലെത്താൻ കഴിയില്ല, അഥവാ അങ്ങനെ സന്ദേശം കണ്ടെത്തിയിട്ടില്ല. എങ്ങനെ കണ്ടെത്തും? അതാണല്ലോ ഇതിനകത്ത് ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത്. ഈ നമുക്കറിയുന്നത് പോലെ ഏറ്റവും പ്രധാനപ്പെട്ട കേസ് എന്താ ഈ വിഷയത്തിൽ? ഒരു വ്യാജ പരാതി കൊടുത്തു എന്നൊരു കേസുണ്ട്. എന്തുകൊണ്ടാണത് ഈ ചാർജ് മെമ്മോയിൽ പരാമർശിക്കാതിരുന്നത്? ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊക്കെ, അതായത് ഒരു മതവിഭാഗത്തിൻ്റെ താല്പര്യങ്ങളുമായി ബന്ധപ്പെട്ടൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, അത് ആർഗ്യുമെൻറ്റേറ്റീവ് ആണ്, അത് ഞങ്ങളുടെ ചില കാര്യങ്ങൾ സംസാരിക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കിയിട്ടുള്ള ഗ്രൂപ്പാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തർക്കിച്ച് നിൽക്കാം, വാദിച്ച് നിൽക്കാം. പക്ഷേ ഈ കേസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമെന്ന് പറയുന്നത് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഈ ഗ്രൂപ്പ് സംബന്ധിച്ചൊരു വിവാദം രൂപപ്പെടുന്നു മനസ്സിലാക്കുന്ന ഗോപാലകൃഷ്ണൻ വളരെ പെട്ടെന്ന് ആ ഗ്രൂപ്പ് ഡിലീറ്റ് ചെയ്യുകയും അതിനുശേഷം ബുദ്ധിപരമായി ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായി നേരെ പോലീസിൽ പോയിട്ട് ഒരു പരാതി കൊടുക്കുന്നു. എന്താ പരാതി? എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ളത്. ഈ ഫോൺ ഹാക്ക് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് ആ പരാതി കിട്ടുന്ന സമയത്ത് തന്നെ ഫോൺ സീസ് ചെയ്യണമെന്നേ. അത് സംഭവിച്ചിട്ടില്ല. ഫോൺ സീസ് ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, രണ്ടാമത്തെ ദിവസം ഹാജരാക്കിയ ഫോൺ ഏതാ? ഐഫോണാണ് ഹാജരാക്കിയത്. ആ ഐഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടേ ഇല്ല. എന്തൊരു രസകരമായ കാര്യമാണ്. അതായത് നിങ്ങളൊരു പരാതിക്കാരനായിട്ട് പോലീസിനെ സമീപിക്കുന്നു, എന്നിട്ട് നിങ്ങൾ തന്നെ എല്ലാ തെളിവുകളും നശിപ്പിക്കുന്നു. ഇത് പറഞ്ഞാൽ വിചിത്രമായൊരു സാഹചര്യമാണ്. ഗോപാലകൃഷ്ണൻ ആദ്യമായിട്ട് ഹാജരാക്കുന്ന ഐഫോണിൽ വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ല. 2 ദിവസം കഴിഞ്ഞ് ഒരു ആൻഡ്രോയിഡ് ഫോൺ ഹാജരാക്കുന്നു, അതിനകത്ത് പിന്നെ ഒന്നും തന്നെ കണ്ടെത്താൻ കഴിയുന്നില്ല. അതിൻ്റെ കാര്യം എന്താണ്? അത് നേരെ ഫോറൻസിക്കിലേക്ക് വിടുമ്പം ഫോറൻസിക് എന്താ പറയുന്നത്? അത് കംപ്ലീറ്റ് റീഫോർമാറ്റ് ചെയ്തിരിക്കുന്നു. ഈ രീതിയിൽ എല്ലാ തെളിവുകളും നശിപ്പിച്ചതിന് ശേഷമാണ് അദ്ദേഹം ഈ ഫോൺ കൈമാറിയിരിക്കുന്നത്. ഇതെല്ലാം പോലീസ് വ്യക്തമായി എഴുതിയിട്ടുണ്ട് കേട്ടോ. അക്കാര്യത്തിൽ പോലീസ് ഒരു വീഴ്ച വരുത്തിയിട്ടില്ല. ഫോറൻസിക്കിൻ്റെ റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്, മെറ്റാഡ് റിപ്പോർട്ട് വെച്ചിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇതൊരു വ്യാജ പരാതിയാണെന്നും പോലീസ് പറഞ്ഞിട്ടുണ്ട്. അവരെ പോലീസിൻ്റെ അന്വേഷണം വളരെ കൃത്യമാണ്. പക്ഷേ അത് ചാർജ് മെമ്മോയിലല്ലോ. ഇവിടെ തെളിയിക്കാൻ എളുപ്പത്തിൽ സാധ്യമായ ഒരു കേസ് അതായിരുന്നില്ലേ? അതായത് ഈ കേസിൽ എന്താ ശിക്ഷയെന്നറിയാവോ? 1 വർഷം തടവും 10,000 രൂപ വരെ ശിക്ഷയുമാണ്. ഈ വ്യാജ പരാതി കൊടുത്താൽ, ഞാനോ നിങ്ങളോ ഏതെങ്കിലും ഒരു പോലീസ് സ്റ്റേഷനിൽ ഒരു വ്യാജ പരാതി കൊടുത്താൽ, ആ പരാതി വ്യാജമാണ് എന്ന് കണ്ടെത്തിയാൽ ഇമ്മീഡിയറ്റ് ആയിട്ട് നമ്മളെ പീനലൈസ് ചെയ്യുന്നേ, നമുക്ക് പണിഷ്മെൻറ്റ് വരും. ഇവിടെ ഇതാ വളരെ ഭംഗിയായിട്ട് പ്രൊട്ടക്ട് ചെയ്യപ്പെട്ടിരിക്കുകയാണ് ഒരാൾ. ഈ കേസിലാണ് അടിയന്തരമായിട്ട് ശിക്ഷ കിട്ടുമായിരുന്നു ഗോപാലകൃഷ്ണന്. അതുകൊണ്ട് അതങ്ങ് മാറ്റിവെച്ചു. അപ്പോൾ 3 കാര്യങ്ങൾ സംഭവിച്ചു. ഒന്ന്, ഇതിനകത്ത് കേസേ ഇല്ലെന്നങ്ങ് പറഞ്ഞു കളഞ്ഞു. 2, ഇതിനകത്ത് ഒരു തരത്തിലുള്ള തെളിവുകളുമില്ല എന്ന് പറഞ്ഞു കളഞ്ഞു. 3, ഈ പറയുന്ന വ്യാജ പരാതിയെ സംബന്ധിച്ച് ഒരു പരാമർശവും ഇല്ലാത്ത ഒരു ചാർജ് മെമ്മോ കൊടുക്കുകയും ചെയ്തിരുന്നു. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ്. നോക്കൂ, ഇവിടെ ഈ IAS ഓഫീസേഴ്സൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റകൃത്യങ്ങളിൽ ഏർപ്പെട്ടാൽ അവർ പ്രൊട്ടക്റ്റ് ചെയ്യപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നത് നല്ലതാണോ? നമ്മുടെ മുമ്പിൽ 2019 ഓഗസ്റ്റ് 3 ഒരു അനുഭവമില്ലേ? എന്താണ് 2019 ഓഗസ്റ്റ് 3 ആ വലിയ ദുരന്തമെന്ന് പറയുന്നത്? അത് ബഷീർ എന്ന് പറയുന്ന ഒരു മാധ്യമ പ്രവർത്തകൻ കൊല്ലപ്പെട്ടു. ശ്രീറാം വെങ്കിട്ടരാമൻ എന്ന് പറഞ്ഞ അന്നത്തെ IAS ഓഫീസർ, അതായത് ഇന്നും അദ്ദേഹം IAS ഓഫീസറാണ്, സർവേ ഡയറക്ടറായിരുന്ന ആളാണ്. അദ്ദേഹത്തിനെതിരെ മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്കാണ് കേസെടുത്തത്. പക്ഷേ ആ കേസെടുത്തതിൻ്റെ കാര്യങ്ങളൊന്ന് വിചിത്രമായെന്ന് നോക്കിക്കഴിഞ്ഞാൽ, നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയാൽ ആ സംഭവം ഉണ്ടായ സ്ഥലത്തേക്ക് എത്തിയ പോലീസ് ഇദ്ദേഹം ഒരു IAS ഓഫീസറാണെന്ന് ഐഡൻറ്റിഫൈ ചെയ്യുന്നതോട് തന്നെ മുകളിൽ നിന്ന് വളരെ പെട്ടെന്ന് സമ്മർദ്ദം ഉണ്ടാവുകയും വളരെ പെട്ടെന്ന് തെളിവുകൾ നശിപ്പിക്കാനുള്ള സാഹചര്യം ഒരുക്കുകയാണ് ചെയ്യുന്നത്. എപ്പോഴാണ് മദ്യപിച്ചിട്ടാണ് അദ്ദേഹം വണ്ടി ഓടിച്ചതെന്ന് പറയുന്നു? എപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ രക്തസാമ്പിൾ പരിശോധിച്ചത്? എവിടെയാണത് പരിശോധിച്ചത്? അത് അദ്ദേഹം തീരുമാനിച്ചൊരു സ്വകാര്യ ആശുപത്രിയിൽ പോയിട്ടാണ് തീരുമാനിച്ചത്. നിങ്ങൾക്കോ എനിക്കൊന്നും ആ പ്രിവിലേജ് ഇല്ല കേട്ടോ. വളരെ പെട്ടെന്നാണ് പോലീസ് ആക്റ്റീവായിട്ട് തിരുവനന്തപുരം മ്യൂസിയം പോലീസ് സ്റ്റേഷൻ്റെ അണ്ടറിലായിരുന്നു ആ കേസ് വന്നിരുന്നത്. എന്നിട്ട് വളരെ എളുപ്പത്തിൽ ഈ കേസുകളൊക്കെ ഈ കേസ് ഇല്ലാതാക്കാൻ കഴിയുന്ന വിധത്തിൽ തെളിവുകൾ തേച്ചുമാച്ച് കളയാൻ കഴിയുന്ന ഒരു സാഹചര്യം ശ്രീറാം വെങ്കിട്ടരാമൻ ഉണ്ടാകുന്നു. നമ്മളിപ്പോൾ 5 വർഷം കഴിഞ്ഞേ ഒരു നടപടി ആ കാര്യത്തിനകത്ത് ഉണ്ടായിട്ടില്ല. എന്ന് മാത്രമല്ല, അദ്ദേഹം പല പോസ്റ്റുകളിലേക്ക് വന്നിരിക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അദ്ദേഹം ധനവകുപ്പിൽ റിസോഴ്സിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. കേസിൻ്റെ അവസ്ഥ എന്താണെന്നറിയോ? അദ്ദേഹത്തിൻ്റെ അഭിഭാഷകൻ അഡ്വക്കേറ്റ് രാമൻപിള്ള എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അദ്ദേഹത്തിന് ഈ ഗോവണി കയറാൻ കഴിയാത്തതുകൊണ്ട് മുകളിലത്തെ നിലയിലാണ് കോടതി വിചാരണ നിർത്തിവെച്ചിരിക്കുകയാണ്. ഒരു അഭിഭാഷകൻ ഗോവണി കയറാൻ കഴിയാത്തതുകൊണ്ട് ഈ IAS ഓഫീസറുടെ വിചാരണ നിർത്തിവെച്ചിരിക്കുകയാണ്. എന്താണ്? ഒരു കൊലപാതക കേസാണ്, മനഃപൂർവ്വമായ അല്ലാത്ത നരഹത്യ എന്നാണ് കേസെങ്കിൽ കൂടിയും അത് കേരളത്തിൻ്റെ മനസാക്ഷി കെട്ടിച്ച കേസാണല്ലോ. അവിടെ എല്ലാവരും കൂടി ഒത്തുചേർന്ന് നിന്നിട്ട് അദ്ദേഹത്തെ അങ്ങ് സംരക്ഷിച്ച് കളഞ്ഞല്ലോ. ഇനി ഒരു രസകരമായ കാര്യം പറയാം. അന്ന് ശ്രീറാം വെങ്കിട്ടരാമൻ 2019 ബഷീർ എന്ന് പറയുന്ന ആളെ കാറിടിച്ച് കൊല്ലുമ്പോൾ തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ ആരാണെന്നറിയാവോ? ഗോപാലകൃഷ്ണനാണ്. ഈ ഗോപാലകൃഷ്ണനാണ് അന്ന് തിരുവനന്തപുരത്തെ ജില്ലാ കളക്ടർ. അദ്ദേഹമാണ് ഈ പറയുന്ന എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തതെന്ന് അന്ന് തന്നെ പരാതിയുണ്ട്. എന്ന് മാത്രവുമല്ല, അദ്ദേഹം സംഘടിപ്പിച്ച ഒരു പാർട്ടിയിൽ പങ്കെടുത്തതിന് ശേഷമാണ് ശ്രീറാം വെങ്കിട്ടരാമൻ പോയത് എന്ന് പോലും അന്നൊരു ആരോപണം ഉയർന്നിരുന്നു. അപ്പോൾ നല്ല നെക്സസ് ആണ് ഇത്, നല്ല ഒത്തൊരുമയാണ്. ഈ ഒത്തൊരുമ നടക്കട്ടെ. ഞാൻ പറയുന്നത്, ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സർക്കാരല്ലേ? ആ ഇടതുപക്ഷ സർക്കാരിന് ഈ കാര്യത്തിലൊരു ഉത്തരവാദിത്വമുണ്ടല്ലോ. സർക്കാരിൻ്റെ വക്താവെന്ന് തന്നെ പറയാവുന്ന വ്യവസായ മന്ത്രി P. രാജു പറഞ്ഞ എന്താണ്? ഇതിപ്പോൾ സസ്പെൻഷനൊന്നും അവസാനിക്കില്ല, ഇനിയും നടപടികൾ ഉണ്ടാകുന്നതാണ്. ആ വാക്കിനെ നമുക്ക് വിശ്വസിക്കാം.
വിശ്വസിക്കാം. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ചീഫ് സെക്രട്ടറി ഒരു ചാർജ് മെമ്മോ കൊടുത്തിരിക്കുന്നു. ആ ചാർജ് മെമ്മോ എന്ന് പറയുന്നത് അങ്ങേയറ്റം ദുർബലമായൊരു ചാർജ് മെമ്മോ. ആ ചാർജ് മെമ്മോയെ സപ്പോർട്ട് ചെയ്യാവുന്ന എല്ലാ തരത്തിലുള്ള ആർഗ്യുമെന്റ്സും നേരത്തെ തന്നെ പോലീസ് പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇനിയിപ്പോൾ മുന്നോട്ടുള്ള നടപടികളെല്ലാം വരാൻ പോകുന്നത്. ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമെടുക്കേണ്ടത് ഇടതുപക്ഷ സർക്കാരാണ്. ഈ സർക്കാർ ഇടതുപക്ഷമാണ് എങ്കിൽ ഇടതുപക്ഷം എന്ന് പറയുന്നത് മതേതരത്വത്തിൻ്റെ പക്ഷത്തിൽ നിൽക്കുന്ന പ്രസ്ഥാനങ്ങളാണ്. ആ പ്രസ്ഥാനങ്ങളെ അങ്ങനെയാണ് കേരളത്തിലെ ജനങ്ങൾ മനസ്സിലാക്കിയിട്ടുള്ളത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള നീക്കങ്ങൾ അതൊട്ടും തന്നെ ചെറുതല്ലെന്നേ. ഏറ്റവും പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥരുടെ ഒരു വിഭാഗം ഒരു മതപരമായി സംഘടിക്കുന്നു. ആ മതപരമായ താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ അവർ മുന്നോട്ട് ശ്രമിക്കില്ല എന്നെന്താണ് ഉറപ്പുള്ളത്? അത്തരത്തിൽ മതപരമായ താല്പര്യങ്ങളോടെ പ്രവർത്തിക്കേണ്ടവരല്ലല്ലോ നമ്മൾ ഉദ്യോഗസ്ഥരെന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് അത്തരത്തിലൊരു നീക്കം നടന്നാൽ അത് ഈ ഭരണകൂടത്തിൻ്റെ പ്രതിച്ഛായം തന്നെ ഇല്ലാതാക്കും. എന്ന് മാത്രമല്ല, ഭരണത്തിലിരിക്കുന്നവർക്ക് അവർ നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന നയങ്ങളെ എങ്ങനെയൊക്കെ ഈ വിഭാഗം തുരങ്കം വയ്ക്കുമെന്ന് പറയാൻ കഴിയില്ല. അപ്പോൾ ആ അർത്ഥത്തിലേക്ക് ഒരു ഗ്രൂപ്പ് ഫോം ചെയ്യുന്നത് ശരിയായിട്ടുള്ള രീതിയല്ല. അതൊരു ഇടതുപക്ഷ സർക്കാരിൻ്റെ കീഴിൽ ഒട്ടും തന്നെ ശരിയല്ല. അതുകൊണ്ട് സർക്കാരാണ് ഇക്കാര്യത്തിൽ ഏറ്റവും ശരിയായ നടപടി എടുക്കേണ്ടത്. സർക്കാർ ഇക്കാര്യത്തിൽ ശരിയായ നടപടി എടുക്കണമെന്നാണ് എൻ്റെ നിലപാട്. എടുക്കാൻ നിങ്ങളെ നിർബന്ധിക്കും വിധത്തിൽ കേരളത്തിൽ ഒരു പൊതുബോധം രൂപപ്പെട്ടു വരുന്നുണ്ട്. ആ പൊതുബോധത്തെ നിങ്ങൾ മനസ്സിലാക്കണം എന്നുകൂടിയാണ് എൻ്റെ നിലപാട്. അതുകൊണ്ട് ഇപ്പോൾ അദ്ദേഹം സുരക്ഷിതനാണ്. അദ്ദേഹത്തെ പരിപൂർണമായും സുരക്ഷിതമാക്കാനുള്ള നീക്കമാണ് ഉദ്യോഗസ്ഥ വൃന്ദം നടത്തുന്നത്. അതിനെ രാഷ്ട്രീയമായി നേരിടാനുള്ള ഇച്ഛാശക്തി ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് ജനങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളത് ചെയ്യണം എന്ന് ഞാൻ ഒരിക്കൽ കൂടി പറയുന്നു. ശരി, സുരക്ഷിതനായോ എന്ന ചോദ്യത്തിന് സുരക്ഷിതനാണ്, പൂർണ്ണമായും സുരക്ഷിതനാണ്. ഇപ്പോൾ ഗോപാലകൃഷ്ണൻ ആരുടെയൊക്കെ അരുമയാണ് എന്നുള്ളതാണ് അറിയേണ്ടത്. കാരണം അഡീഷണൽ ചീഫ് സെക്രട്ടറിയുടെ പിന്തുണയോടുകൂടി അദ്ദേഹം ചില പോസ്റ്റുകളിലേക്ക് എത്തുന്നു. അതിനുശേഷം അദ്ദേഹം നടത്തിയ പ്രവർത്തനം ഇതൊക്കെയാണ്. പിന്നീട് ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ എൻ പ്രശാന്ത് IAS പുറത്തു പറഞ്ഞത്. അതിലപ്പുറം നമ്മൾ ഈ കേസിൻ്റെ തുടക്കം മുതൽ കണ്ടാൽ ഏതൊക്കെ രൂപത്തിൽ അദ്ദേഹത്തിന് സഹായം ലഭിച്ചു എന്നുള്ളത് മനസ്സിലാക്കാനാവുന്നതാണ്. ഈ ചാർജ് മെമ്മോയിൽ ആകെ ഉൾപ്പെടുത്തിയിരിക്കുന്ന IAS ഉദ്യോഗസ്ഥർക്കിടയിൽ മതസ്പർദ്ധ ഉണ്ടാക്കാൻ ശ്രമിച്ചു എന്നത് മാത്രമാണ്. അപ്പോൾ അതിൽ ക്രിമിനൽ നടപടി പ്രകാരം കേസ് എടുക്കാനാകില്ല എന്ന വാദം പറയുന്നു. അല്ലെങ്കിൽ അതൊരു തീവ്രവാദ ഗ്രൂപ്പ് ആകണമെന്ന് പറയുന്നു. അടിമുടി ഈ സാങ്കേതികത്വമാണ് ഈ കാര്യത്തിൽ മുഴുവൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഈ IAS ഉദ്യോഗസ്ഥർക്കിടയിൽ വാട്സപ്പ് ഗ്രൂപ്പുകൾ പല രൂപത്തിലുണ്ടാകുന്നുണ്ട്. നല്ല അടുപ്പമുള്ളവർ തമ്മിലുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ടാകുന്നു. അതുകൂടാതെ ഒരേ നാട്ടിൽ നിന്ന് വരുന്നവരൊക്കെ തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരുപാട് ഉദ്യോഗസ്ഥരുണ്ട്. അപ്പോൾ അവരുടെ ചില ഗ്രൂപ്പുകളുണ്ട്. അത്രേ അല്ല, അതുണ്ടാകാം. അങ്ങനെ ചില ഗ്രൂപ്പുകളുണ്ട്. അപ്പോൾ ആഘോഷങ്ങളൊക്കെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ്റെ വീട്ടിലായിരിക്കും. അപ്പോൾ അതിനുവേണ്ടിയൊക്കെ ആ ഗ്രൂപ്പ് ഉപയോഗിക്കും. അങ്ങനെയൊക്കെയാണ് ഇവിടെ ഗ്രൂപ്പുകൾ കണ്ടിട്ടുള്ളതെന്നാണ് ഇതിൽ നിന്ന് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതേപോലെ ഇദ്ദേഹം ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. ഹിന്ദു മല്ലു ഓഫീസേഴ്സ് ഗ്രൂപ്പ് എന്നൊരു ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അതിൽ പലരെയും ആഡ് ചെയ്യുന്നു. ഈ ആഡ് ചെയ്യപ്പെട്ടവർ തന്നെ അത്ഭുതത്തോടു കൂടി ഇതെന്താണ് എന്ന ചോദ്യം അതിൽ ഉന്നയിക്കുന്നുണ്ട്. ചിലരൊക്കെ അതിൽ നിന്ന് ക്വിറ്റായി പോകുന്നുണ്ട്. ഇതാണ് സംഭവിച്ചത്. അപ്പോൾ അതിൽ തന്നെ ചിലർ രോഷത്തോടു കൂടി പ്രതികരണങ്ങളൊക്കെ വന്ന ഘട്ടത്തിൽ ഇത് അപകടമാകുമെന്ന് കണ്ട് ആ ദിവസം തന്നെ അദ്ദേഹം മറ്റൊരു ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കിയാണ് മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അതിൽ മുസ്ലിം ഉദ്യോഗസ്ഥരായി 1-2 പേരേ ഉള്ളൂ. അപ്പോൾ അതിൽ ഒരു ഉദ്യോഗസ്ഥയെ ചേർത്തപ്പോൾ ആ ഉദ്യോഗസ്ഥയ്ക്ക് അതിൻ്റെ അപകടമാണ്. നോക്കൂ, ഇത് ഈ മല്ലു ഹിന്ദു ഗ്രൂപ്പ് എന്നല്ലാതെ മല്ലു മുസ്ലിം ഗ്രൂപ്പ് എന്ന് മാത്രമായിട്ടാണ് വന്നിരുന്നെങ്കിൽ ഇതിൻ്റെ സ്വഭാവവും അതിൻ്റെ അന്വേഷണ രീതികളും എല്ലാം മാറുമായിരുന്നു എന്നുള്ള കാര്യത്തിൽ ഉറപ്പാണ്. അപ്പോൾ ഈ ഉദ്യോഗസ്ഥയ്ക്ക് ആ അപകടം മണക്കുകയും അതിൻ്റെ സ്ക്രീൻഷോട്ട് എടുക്കുകയും ഇൻ്റലിജൻസിൽ ഒരു പരാതിയായിട്ടല്ല ഇങ്ങനെ ഒരു കാര്യം നടക്കുന്നുണ്ട് എന്ന് അറിയിക്കുകയും ചെയ്തിരിക്കുന്നു. പരാതിയുടെ സ്വഭാവത്തിൽ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറച്ചുകൂടി ഫർദറായി കാര്യങ്ങളിലേക്ക് പോകേണ്ടി വന്നതന്നെ പോലീസിനും. അപ്പോൾ അതാണ് ആ കാര്യത്തിൽ സംഭവിച്ചിരിക്കുന്നത്. അങ്ങനെ ഇത് പോകുന്നു എന്ന് കണ്ടപ്പോൾ ഈ പറഞ്ഞ തീയതികളൊക്കെ നമുക്ക് അറിയാമല്ലോ. ഒക്ടോബർ 31 ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു. അന്ന് രാത്രി 9:45 അത് റിമൂവ് ചെയ്യുന്നു. എന്നിട്ട് പിന്നീട് വ്യക്തിപരമായ വിശദീകരണം പിറ്റേന്ന് 2:28 അത്രയും സമയം കഴിഞ്ഞ് ഉച്ചയോടുകൂടിയാണ് ഇതിലൊരു വിശദീകരണം അദ്ദേഹം നൽകുന്നത്. അതിനുശേഷം പോലീസിൽ ഹാക്ക് ചെയ്തു എന്നൊരു പരാതി നൽകുന്നു. അങ്ങനെ പരാതി നൽകുമ്പോൾ ഫോൺ കൊണ്ടുവരാൻ പറയുന്നു. ഫോൺ കൊണ്ടുവരാൻ പറയുമ്പോൾ ഒന്നും സംഭവിക്കാത്ത പോലെ ഒരു ഗ്രൂപ്പും വാട്സപ്പ് ഇൻസ്റ്റാൾ ചെയ്യാത്ത ഐഫോൺ അവിടെ കൊണ്ട് കൊടുക്കുന്നു. ഇതാണോ കൊണ്ട് തരിക, ഇതിൽ ഗ്രൂപ്പില്ലല്ലോ എന്ന് പറയുമ്പോൾ ഭയങ്കര നിഷ്കളങ്കനായ ഫോൺ തിരിച്ചു കൊണ്ടുപോവുകയും 2 ദിവസത്തിന് ശേഷമാണ് അദ്ദേഹം ആൻഡ്രോയിഡ് ഫോൺ കൊണ്ട് കൊടുക്കുന്നത്. അപ്പോഴേക്കും അത് പലതവണ ഫോർമാറ്റ് ചെയ്ത ശേഷം കൊണ്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഈ കള്ളത്തരങ്ങളൊക്കെ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ പോലീസിനെ അപഹസിക്കുക. പോലീസിന് ആ രൂപത്തിൽ അതിനെ കാണാമായിരുന്നു. പോലീസ് മെറ്റയുടെ സഹായം തേടുന്നു, ഗൂഗിളിൻ്റെ സഹായം തേടുന്നു. അപ്പോൾ ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ളത് കളവാണ് എന്ന ബോധ്യം പോലീസിനുണ്ടാവുകയും പോലീസ് അങ്ങനെ റിപ്പോർട്ട് തയ്യാറാക്കുകയും ചെയ്യുന്നു. പക്ഷേ പോലീസ് ഈ കാര്യത്തിൽ ചെയ്യാതിരുന്ന ഒരു കാര്യം എന്നുള്ളത് ഈ ഗ്രൂപ്പിൽ ചേർക്കപ്പെട്ട ഉദ്യോഗസ്ഥർ ആരൊക്കെ എന്നൊരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയില്ല. അങ്ങനെയെങ്കിൽ ആ ഉദ്യോഗസ്ഥരോട് ചോദിക്കാമായിരുന്നു, എന്താണ് ഈ ഗ്രൂപ്പിൻ്റെ സ്വഭാവം, എന്തിനായിരുന്നു അങ്ങനെ ഗ്രൂപ്പ്, ഏത് സമയത്താണ് നിങ്ങളെ ഇതിലേക്ക് ആഡ് ചെയ്തത് എന്ന് ചോദിക്കാമായിരുന്നു. ഈ പറയുന്ന ഇൻ്റലിജൻസിന് വിവരം കിട്ടിയിട്ടുണ്ടല്ലോ, ഒരു ഉദ്യോഗസ്ഥ പരാതി കൊടുത്തിട്ടുണ്ടല്ലോ,
ആ പരാതി ആ ഉദ്യോഗസ്ഥരോട് പോയി ചോദിക്കാമല്ലോ, അവർ സ്വാഭാവികമായിട്ടും പറയും. അപ്പോൾ ഈ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ ഗൗരവം ഇതാണ്. അതായത് ഈ ഓരോ ഉദ്യോഗസ്ഥർക്കും രാഷ്ട്രീയ നിലപാടുണ്ടാവും. ആ രാഷ്ട്രീയ നിലപാട് അവർ പ്രവർത്തിക്കുന്ന രീതിയൊക്കെ പരസ്പരം അറിയാമെന്നേ. അപ്പോൾ ഇദ്ദേഹം എന്തുകൊണ്ട് ഈ ഗ്രൂപ്പ് ഉണ്ടാക്കുന്നു, ആ ഗ്രൂപ്പിൽ ആഡ് ചെയ്യപ്പെട്ടവർക്ക് കൃത്യമായിട്ട് അറിയാം. അപ്പോൾ അവർ പക്ഷേ അതിനെ അത്ര ഗൗരവത്തിലൊന്നും കണ്ടില്ല. ഞങ്ങൾക്കിതിൽ താല്പര്യമില്ല എന്നുകൊണ്ട് ചിലരെങ്കിലും അതിൽ നിന്ന് പോയി. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പോൾ ആ രൂപത്തിലേക്ക് അന്വേഷണം പോയിട്ടില്ല എന്നുള്ളതാണ്. ഇനി പൊതു താല്പര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ പറഞ്ഞ മതി, കൊല്ലം DCCയിലെ സെക്രട്ടറി ഒരു പരാതി നൽകുമ്പോൾ അങ്ങനെ ഒരു പരാതി ഗ്രൂപ്പിന് പുറത്തുനിന്ന് പരാതി എടുക്കാൻ പറ്റില്ല. ആ ഗ്രൂപ്പിൽ നിന്ന് ഒരാൾ പരാതി നൽകിയാലേ അത് അംഗീകരിക്കാൻ പറ്റുകയുള്ളൂ എന്ന രൂപത്തിൽ പോലീസ് പറയുന്നു. ഇത് യഥാർത്ഥത്തിൽ ഒരു അന്വേഷണത്തിലേക്കും ഒരു എക്സ്പ്ലനേഷൻ ചോദിക്കുകയും അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്യുന്ന നടപടിയിലേക്ക് പോയതുപോലും മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുകയും ആ രൂപത്തിൽ അത് ചർച്ച ചെയ്യുകയും ചെയ്തതിനു ശേഷം മാത്രമാണ് അത് പുറത്തു വരുന്നു. അതിന്മേൽ ഒരു പ്രതികരണം N. പ്രശാന്ത് IAS പുറത്തു പറയുന്നു. അദ്ദേഹം പറയുമ്പോൾ ഈ ഗോപാലകൃഷ്ണനെ ആരാണ് സഹായിക്കുന്നത് എന്നടക്കമുള്ള കാര്യങ്ങൾ പുറത്തേക്ക് എത്തുകയാണ്. അത് ആരാണ് ഉദ്യോഗസ്ഥന് പേരടക്കം പുറത്തു വരുന്നു. ഏതൊക്കെ രൂപത്തിൽ സംരക്ഷിച്ചു എന്നുള്ളത് പിന്നീട് വാർത്തകളായി നമ്മുടെ മുന്നിൽ വരുന്നുണ്ട്. ഇപ്പോൾ ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന റിപ്പോർട്ടിൽ പോലീസ് നൽകിയിരിക്കുന്ന റിപ്പോർട്ടിലെ ഗുരുതരമായ പരാമർശങ്ങൾ എന്തുകൊണ്ട് ഒഴിവാക്കുന്നു എന്നൊരു ചോദ്യമുണ്ടല്ലോ. അപ്പോൾ ചീഫ് സെക്രട്ടറി അഡീഷണൽ ചീഫ് സെക്രട്ടറിയാൽ സ്വാധീനിക്കപ്പെട്ടോ എന്ന ചോദ്യമുണ്ട്. ചീഫ് സെക്രട്ടറി ഇങ്ങനെയൊരു മെമ്മോ കൊടുക്കുമ്പോൾ അതിന്മേൽ സ്വാഭാവികമായും അദ്ദേഹത്തിന് തനിക്കൊരു പിഴവ് പറ്റി, ഞാനിങ്ങനെ ഭിന്നത വളർത്താൻ ഉദ്ദേശിച്ചല്ല ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്നൊരു വിശദീകരണം നൽകിക്കഴിഞ്ഞാൽ അത് അവിടെ അവസാനിക്കുമോ? അങ്ങനെയാണെങ്കിൽ ഇപ്പോൾ സാങ്കേതികത്വം പറയുകയാണെങ്കിൽ സാങ്കേതികത്വത്തിൽ അത് അങ്ങനെ അവസാനിക്കേണ്ടതാണ്. അതിലപ്പുറം സർക്കാർ എന്തെങ്കിലും ചെയ്യാനുള്ള സാധ്യതയുണ്ടോ? അങ്ങനെയൊരു നടപടിയിലേക്ക് പോകുന്ന ഒരു അനുഭവം നമ്മുടെ മുന്നിലില്ല. അപ്പോൾ നേരത്തെ ശ്രീറാം വെങ്കിട്ടരാമൻ്റെ കാര്യം അടക്കം പറഞ്ഞതുപോലെ കേസുകൾ തമ്മിൽ താരതമ്യമില്ല എങ്കിലും IAS ഉദ്യോഗസ്ഥർ അവരുടെ ഒരു ലോബി, ചില കാര്യങ്ങളിൽ അവർ ഒരുമിച്ചാകുമ്പോൾ ശക്തരാകുകയും അത് സർക്കാർ സംവിധാനത്തെ പോലും ചോദ്യം ചെയ്യുന്ന രൂപത്തിലേക്ക് അവർക്ക് പോകാൻ സാധിക്കുകയൊക്കെ ചെയ്യുന്ന രൂപത്തിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നൊരു യാഥാർത്ഥ്യം അവിടെ നിൽക്കുന്നു. പക്ഷേ ഇപ്പോൾ ഇവിടെ ഈ IASകാർക്കിടയിൽ തന്നെ ഭിന്നത ഈ വിഷയത്തിൽ ഉടലെടുത്തിരിക്കുന്നു. പുറത്തേക്ക് പല കാര്യങ്ങൾ വരികയും ചെയ്തിരിക്കുന്നു. ഇതിൽ സർക്കാരിന് ഇനി എന്ത് ചെയ്യാൻ പറ്റും? ഈ ചീഫ് സെക്രട്ടറി കൊടുത്തിരിക്കുന്ന ചാർജ് മെമ്മോ അതിനൊരു മറുപടി നൽകാൻ പോകുന്നു. ആ മറുപടി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇനി എന്ത് എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നു. അദ്ദേഹം താനുണ്ടാക്കിയ ഗ്രൂപ്പല്ല എന്ന് പോലീസിൽ പറയുന്നു. തൻ്റെ ഫോൺ ഹാക്ക് ചെയ്തതാണെന്ന് പോലീസിൽ പറയുന്നു. പക്ഷേ അദ്ദേഹം തൻ്റെ സുഹൃത്തുക്കളായ ഉദ്യോഗസ്ഥരോട് തന്നെ പറഞ്ഞിരിക്കുന്നത് തനിക്ക് മുകളിൽ നിന്ന് നിർദ്ദേശമുണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ ആ നിർദ്ദേശം ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം പോലീസിലേക്കും എത്തിയിരിക്കുന്നു. മാധ്യമപ്രവർത്തകരിലേക്ക് ആ വിവരം എത്തിയെങ്കിൽ പോലീസിലേക്കും എത്തിയിട്ടുണ്ടാകും. അപ്പോൾ അങ്ങനെ ഒരു നിർദ്ദേശം ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെയെങ്കിൽ ആരാലാണ് ഇദ്ദേഹം നയിക്കപ്പെടുന്നത്? അതല്ല മറ്റെന്തെങ്കിലും താല്പര്യങ്ങൾ സംരക്ഷിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ എന്തെങ്കിലും നല്ല പോസ്റ്റ് കിട്ടും, ആരെങ്കിലും തൃപ്തിപ്പെടുത്താൻ ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയാൽ അവിടെ തനിക്ക് നല്ലൊരു സ്ഥാനം കിട്ടുമെന്നുള്ള പ്രതീക്ഷയിലാണ് അദ്ദേഹം ചെയ്തതെങ്കിൽ അതിലൊരു അന്വേഷണം വേണ്ടേ? അങ്ങനെ ഒരു അന്വേഷണത്തിലേക്ക് പോലീസ് പോയിട്ടില്ല എന്നുള്ളതാണ്. പോലീസ് ഇനി പോകാനുള്ള സാധ്യതയും കഴിഞ്ഞിരിക്കുന്നു. റിപ്പോർട്ട് സമർപ്പിച്ചിരിക്കുന്നു. അതിൽ പറയുന്ന കാര്യങ്ങൾ പോലും ചേർക്കാതെ ഇപ്പോൾ ചീഫ് സെക്രട്ടറി ചാർജ് മെമ്മോ നൽകുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ്. അതിന്മേലുള്ള മറുപടിയാണ് ഇനി പ്രധാനം. ആ മറുപടിക്ക് ശേഷം സർക്കാർ ഇനി എന്തു ചെയ്യുമെന്നുള്ളത് അറിയില്ല. കാരണം പാർട്ടി സെക്രട്ടറി, CPM സംസ്ഥാന സെക്രട്ടറിയൊക്കെ അന്ന് ഈ വിഷയം ഉയർന്ന ഘട്ടത്തിൽ വളരെ ഗുരുതരമായ വിഷയമാണ് ഇതെന്നും ശക്തമായ നടപടി വേണ്ടതാണ് എന്നൊക്കെ പ്രതികരിച്ചിട്ടുണ്ട്. ഇടത് സർക്കാരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് ഇതിന്മേലൊരു നടപടി തന്നെയാണ്. ഇങ്ങനെ രാഷ്ട്രീയമായി എന്നുള്ളതാണ്, വർഗീയമായി ഭിന്നിപ്പുണ്ടാക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ഉദ്യോഗസ്ഥർ ഇവരെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ, അവർക്കിടയിൽ തന്നെ അങ്ങനെ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ അവർ ജനങ്ങളോട് ഏത് രൂപത്തിലായിരിക്കും പ്രവർത്തിക്കുക എന്നൊരു ചോദ്യം അവിടെ നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് ഇങ്ങനെയുള്ള ഉദ്യോഗസ്ഥർ വേണോ എന്നുള്ള കാര്യം സർക്കാർ ആലോചിക്കേണ്ടതാണ്. ഈ ഗുരുതരമായ വിഷയത്തെ അതിൻ്റെ ഗൗരവത്തിൽ കൈകാര്യം ചെയ്യുമോ? ചീഫ് സെക്രട്ടറി നൽകിയിരിക്കുന്ന ചാർജ് മെമ്മോയുമായി ബന്ധപ്പെട്ടൊരു പുനഃപരിശോധന നടത്തുമോ എന്നടക്കമുള്ള കാര്യങ്ങൾ അവിടെ നിൽക്കുന്നു. ഇപ്പോൾ അദ്ദേഹം പൂർണ്ണമായും സുരക്ഷിതനാണ് എന്നുള്ളതാണ് നമ്മുടെ മുന്നിലെ യാഥാർത്ഥ്യം. സുജയ എന്നാണ് ചോദ്യം. സുജയ, സുരക്ഷിതനാകാൻ എന്താണ് ഇതിലിരിക്കുന്നത്? ആദ്യം മുതൽ അദ്ദേഹം സുരക്ഷിതനല്ലേ? എനിക്ക് അങ്ങനെ തന്നെയാണ് തോന്നിയത്. ഈ വിവാദമുണ്ടായ ആദ്യ ഘട്ടം മുതൽ, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് വിവാദം പുറത്തു വന്നപ്പോൾ മുതൽ അദ്ദേഹം സുരക്ഷിതനാണ്. ഒരിക്കൽ പോലും സേഫ് സോണിൽ നിന്ന് പുറത്ത് കടക്കാതെ പ്രൊട്ടക്റ്റഡായി നിൽക്കുന്ന ഒരാൾ സുരക്ഷിതനായോ എന്ന് നമ്മൾ ചോദിക്കേണ്ടതേ ഇല്ല. അദ്ദേഹം അന്നും സുരക്ഷിതനാണ്, അന്വേഷണം നടക്കുന്ന വേളയിലും സുരക്ഷിതനാണ്. N. പ്രശാന്തിന് ഒരു നീതി, ഗോപാലകൃഷ്ണൻ ഒരു നീതി, അതല്ലേ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന യാഥാർത്ഥ്യം. ഏറ്റവും ഒടുവിൽ ഇപ്പോൾ ഉണ്ണിസാർ മെൻഷൻ ചെയ്ത ചാർജ് മെമ്മോ അടക്കം എങ്ങനെയാണ് നിൽക്കുന്നത്? N. പ്രശാന്തിനെ ഒരു തട്ടിലും ഗോപാലകൃഷ്ണനെ മറ്റൊരു തട്ടിലും വെച്ചാണ് തൂക്കി നോക്കുന്നത്.
അത് സർക്കാരിൻ്റെ തന്നെ ഒരു നിലപാടായിട്ടാണ് വേണം മനസ്സിലാക്കാൻ. കാരണം സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ സംവിധാനങ്ങളാണല്ലോ, അല്ലെങ്കിൽ സർക്കാരിന് കീഴിലുള്ള മെഷീനറി ആണല്ലോ ഈ ഉദ്യോഗസ്ഥനും എല്ലാം. അപ്പോൾ അതിൽ സർക്കാരിനൊരു സേ ഉണ്ട്. അപ്പോൾ സർക്കാരിനും ആ പ്രൊട്ടക്ഷൻ കൊടുക്കാൻ താല്പര്യമുള്ളത് കൊണ്ടായിരിക്കാം അദ്ദേഹം പ്രൊട്ടക്റ്റഡ് ആയി ഇരിക്കുന്നത്. പിന്നെ അദ്ദേഹത്തോട് ആര് നിർദ്ദേശിച്ചിട്ടാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് എന്നതും ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. അത് ആരാണ് ആ സോഴ്സ് എന്നുള്ളത് ഇതുവരെയും അദ്ദേഹം വെളിപ്പെടുത്തിയിട്ടില്ല എന്നത് നമ്മുടെ മുന്നിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ ആ സോഴ്സ് വെളിപ്പെടുത്താതിരിക്കുന്നതിന് കിട്ടുന്ന പാരിതോഷികമാണോ ഈ സേഫാക്കി നിർത്തൽ എന്നതും ചോദിക്കേണ്ട വിഷയമാണ്. ഇവിടെ അഫക്റ്റഡ് പാർട്ടീസ് തന്നെ പരാതി കൊടുക്കണം, എന്നാൽ മാത്രമേ പറ്റൂ എന്നൊക്കെ പറയുന്നത് അങ്ങനെ ഒരു പരാതി ഒരിക്കലും വരാൻ പോകുന്നില്ല IAS കൂട്ടായ്മയിൽ നിന്ന് എന്ന് വ്യക്തമായി അറിയാവുന്നത് കൊണ്ടാണ്. ഒരിക്കൽ പോലും ഒരു IAS-കാരൻ മറ്റൊരു IAS-കാരനെ കുറ്റാരോപിതനാക്കി നിർത്താനായി ഇറങ്ങിപ്പുറപ്പെടുമോ? അല്ലെങ്കിൽ അങ്ങനെയുള്ള ചേരിപ്പോരിൻ്റെ ഭാഗമായി ഇറങ്ങിപ്പുറപ്പെട്ട N പ്രശാന്തിന് എന്താണ് സംഭവിച്ചത്? കൂട്ടമായി ആക്രമിക്കുകയല്ലേ, കൂട്ടമായി വേട്ടയാടുകയല്ലേ? ഇപ്പോൾ N പ്രശാന്ത് ഒറ്റയ്ക്കാണ് നിൽക്കുന്നത്. N പ്രശാന്തിൻ്റെ കൂടെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു IAS ഓഫീസർ പോലും നിൽക്കുന്നതോ അല്ലെങ്കിൽ ഒരു സ്റ്റാൻഡ് എടുക്കുന്നതോ നമുക്ക് കാണാൻ കഴിയില്ല. അത്രയും എക്സ്പെക്ട് ചെയ്താൽ മതി. അത് N പ്രശാന്തിനും ബോധ്യമുള്ള കാര്യമാണ് എന്ന് വേണം മനസ്സിലാക്കാൻ. ഇവിടെ ഈ മല്ലു ഹിന്ദു വാട്സാപ്പ് ഗ്രൂപ്പ്, അതിനുശേഷം അത് പരിക്കേൽക്കുമെന്ന് മനസ്സിലായി കഴിഞ്ഞപ്പോഴേക്കും മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ്, ഈ വാട്സാപ്പ് ഗ്രൂപ്പ് രൂപീകരിക്കുന്നതിലൊന്നും ഞാനൊരു തെറ്റും കാണുന്നില്ല. കാരണം അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ഒരു ആശയവും ആവിഷ്കാരവും ഒക്കെ ആയിരിക്കുമല്ലോ അദ്ദേഹം ഈ ഗ്രൂപ്പുകളാക്കി നടപ്പാക്കുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഒന്നും ഇല്ലാതെ തന്നെ അങ്ങനെയൊക്കെയുള്ള ചേരികൾ ഇപ്പോൾ പല ഇടങ്ങളിലും, ഏത് തൊഴിൽ മേഖലയായാലും അങ്ങനെയൊക്കെയുള്ള ചേരിതിരിയലുകളൊക്കെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതിപ്പോൾ സർക്കാർ തലത്തിലായാലും അല്ലാതെ ആയാലും. അതുകൊണ്ട് ഇപ്പോൾ ഹിന്ദു ഓഫീസേഴ്സിൻ്റെ ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയുന്നത് ഒരു വലിയ തെറ്റായൊന്നും ഞാൻ കാണുന്നില്ല. അദ്ദേഹം അതിലൂടെ തീവ്രവാദ ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കാത്തിടത്തോളം കാലം അങ്ങനെയുള്ള ആശയ പ്രചാരണത്തിനൊന്നും ആയിരുന്നില്ല ഗ്രൂപ്പ് എന്നാണ് അദ്ദേഹം ചില അടുത്ത കേന്ദ്രങ്ങളോടൊക്കെ വിശദീകരിച്ചത് എന്ന് മനസ്സിലാക്കുന്നു. എന്തായാലും ഒക്ടോബർ 31 ഈ വാട്സാപ്പ് ഗ്രൂപ്പ് കണ്ടെത്തുന്നു. ഈ ഗ്രൂപ്പിൽ ചേർത്തവരെയൊക്കെ അന്ന് രാത്രി തന്നെ റിമൂവ് ചെയ്യുകയാണ്. ആരൊക്കെ ആ ഗ്രൂപ്പിൽ ഇന്നായിരുന്നു അത് ഇതുവരെ പുറത്തു വന്നില്ലല്ലോ. അവിടെയാണ് ഈ IAS ഓഫീസേഴ്സിൻ്റെ ഒരു ഐക്യം നമ്മൾ കാണേണ്ടത്. ഒരാളെങ്കിലും പുറത്തു വന്ന് പറഞ്ഞോ എന്നെ ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്തുവെന്ന്? ആകെ ഒരേ ഒരു അദില അബ്ദുള്ള ഈ മുസ്ലിം വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയതിനെ കുറിച്ച് കൊടുത്ത ഇൻഫർമേഷൻ, അത് മാത്രമാണ് ആകെ വന്നിരിക്കുന്നത്. പബ്ലിക് ഡൊമൈനിലേക്ക് വന്നിരിക്കുന്നത് ഒരേ ഒരു കാര്യം മാത്രമാണ്. അല്ലാതെ ഇതിൽ അംഗങ്ങളായ 4-5 പേരെങ്കിലും ചേർക്കണമല്ലോ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കാൻ. അപ്പോൾ അങ്ങനെ ആ ഗ്രൂപ്പിൽ അംഗങ്ങളായ ആരും ഇതുവരെ ഒന്നും പറയാൻ തയ്യാറായിട്ടില്ല. അതുകൊണ്ട് ഇത് ഓൾമോസ്റ്റ് ഡൺ. കാരണം ഇതിൻ്റെ അന്വേഷണമായാലും അതൊക്കെ പേരിനൊരു അന്വേഷണം എന്ന പേരിൽ നടത്തി എന്ന് മാത്രമേ നമുക്കതിൽ കരുതേണ്ടതായിട്ടുള്ളൂ. കാരണം ഗോപാലകൃഷ്ണൻ്റെ ഒരു പരാതി ഉണ്ടല്ലോ. ഇപ്പോൾ ഈ പറയുന്ന വാദം അനുസരിച്ചാണെങ്കിലും ഇതിൽപ്പെട്ട ഈ വാട്സാപ്പ് ഗ്രൂപ്പിൽ പെട്ട ഒരാളെങ്കിലും പരാതി നൽകിയാൽ എന്ന വാദം വെച്ച് നോക്കുകയാണെങ്കിൽ എൻ്റെ ഫോൺ ഹാക്ക് ചെയ്തു, ഇങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി, ആ പരാതി ആ കംപ്ലൈനൻ്റായിട്ട് ഇതേ ഗോപാലകൃഷ്ണൻ നിൽക്കുന്നുണ്ടല്ലോ. നവംബർ 4 കൊടുത്തൊരു പരാതിയുണ്ട്. ഇതിൽപ്പെട്ട ഈ ഗ്രൂപ്പിൽപ്പെട്ട ഈ ഗ്രൂപ്പ് ഉണ്ടാക്കി എന്ന് പറയപ്പെടുന്ന ഗോപാലകൃഷ്ണൻ തന്നെ, ഗോപാലകൃഷ്ണനെ അതിലേക്ക് ആഡ് ചെയ്തതാണ്, ഞാനല്ല ഇത് ഉണ്ടാക്കിയതെന്നാണല്ലോ അദ്ദേഹത്തിൻ്റെ പരാതി. അപ്പോൾ അദ്ദേഹം ഇതിലെ അംഗമാണ്. അദ്ദേഹം കൊടുത്തൊരു പരാതിയില്ലേ നവംബർ 4-ന്? ആ പരാതി എന്താ അന്വേഷിക്കാത്തത്? ആ പരാതി അന്വേഷിക്കാമല്ലോ. ഉണ്ണിസാർ പറഞ്ഞ ന്യായം അനുസരിച്ചാണെങ്കിൽ ആ പരാതി അന്വേഷിക്കാം. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളാണല്ലോ. ഈ ഗ്രൂപ്പിൽപ്പെട്ട ആളുടെ പരാതി നവംബർ 4-ന് സർക്കാരിൻ്റെ മുന്നിലുണ്ട്. അപ്പോൾ ഈ ഫോൺ ഹാക്ക് ചെയ്തു എന്നുള്ള പരാതിയിൽ നടത്തിയ അന്വേഷണം എന്താണ്? ആ പരാതിയിലല്ലല്ലോ അന്വേഷണം നടത്തിയിരിക്കുന്നത്. ഈ വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയ സംഭവത്തിലാണ്, ബേസ് ഇൻസിഡൻറ്റിലാണ് ഇപ്പോൾ ഈ അന്വേഷണ റിപ്പോർട്ട് വന്നിരിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ. അപ്പോൾ ഈ നേരത്തെ ഉണ്ണിസാർ പറഞ്ഞ S11BDS സാംസങ് ഫോൺ അത് പോലീസിൽ ഹാജരാക്കുന്നത് നവംബർ 6 സംഭവം നടന്ന് നമ്മൾ പറയുമല്ലോ, നാട്ടുഭാഷയിലൊക്കെ പറയും പശുവും ചത്തു മോരിലെ പുളിയും കിട്ടുമെന്ന്. അതുപോലെ ചെയ്യാനുള്ളതെല്ലാം ചെയ്തതിന് ശേഷമാണ് ഈ ഫോൺ കൊണ്ടുപോയി ഹാജരാക്കുന്നത്. ആ ഫോണിൽ നിന്ന് റിട്രീവ് ചെയ്യാനൊക്കെ സാധിക്കും. പക്ഷേ ആ രീതിയിലൊന്നും വലിയ പരിശ്രമമൊന്നും നടത്തി അങ്ങനെയുള്ളൊരു അന്വേഷണത്തിൻ്റെ ഒന്നും ആവശ്യമില്ല എന്നുള്ളത് പുറത്തു നിൽക്കുന്ന ലേമന് തന്നെ ബോധ്യമാകുന്ന ഒരു സാഹചര്യമാണ്. കാരണം ഇദ്ദേഹമാണ് ഈ വാട്സാപ്പ് ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്തത്, അദ്ദേഹത്തിൻ്റെ ഫോൺ ഹാക്ക് ചെയ്തിട്ടില്ല എന്നിപ്പോൾ കണ്ടെത്തുകയും ചെയ്തിരിക്കുകയാണ്. അപ്പോൾ എല്ലാം ക്ലിയർ ആണ്. അദ്ദേഹം ഒരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കി, അത് അദ്ദേഹം അങ്ങ് അഡ്മിറ്റ് ചെയ്താൽ മതി. ഞാനൊരു വാട്സാപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് അഡ്മിറ്റ് ചെയ്താൽ മതി. അതിലൂടെ തീവ്രവാദ ആശയ പ്രചാരണമൊന്നും നടത്തിയിട്ടില്ല, അതുകൊണ്ട് അദ്ദേഹത്തിനെതിരെ നടപടി എടുക്കുന്നില്ല എന്ന് സർക്കാരും തീരുമാനിക്കുന്നു. അതാണ് നിലവിൽ ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. പക്ഷേ ഇവിടെ അദ്ദേഹം ചെയ്ത 2 കാര്യങ്ങൾ. ഒന്നാമത്തേത് ഈ പരാതിയുടേതാണ്. രണ്ടാമത്തേത് അദ്ദേഹം എന്തിനാണ് ഈ ഫോൺ ഫോർമാറ്റ് ചെയ്തത്? അപ്പോൾ അതിൽ അദ്ദേഹം നശിപ്പിക്കാൻ ഉദ്ദേശിച്ച തെളിവ് എന്താണ്? തെളിവ് നശിപ്പിക്കുക എന്ന് പറയുന്നത് ഗുരുതരമായിട്ടുള്ളൊരു കുറ്റകൃത്യമാണ്. അതിൽ സർക്കാരിന് അല്ലെങ്കിൽ നമ്മുടെ അന്വേഷണ സംവിധാനങ്ങൾക്ക് ആ ഒരു കേസിലേക്ക് പോകാവുന്നതേ ഉള്ളൂ. അത് പക്ഷേ ടച്ച് ചെയ്തിട്ട് പോലും ഇല്ലല്ലോ. തെളിവ് നശിപ്പിക്കൽ, അതേക്കുറിച്ചുള്ള ഒരു അന്വേഷണവും നടന്നിട്ടില്ല. 2 തവണ ഫോർമാറ്റ് ചെയ്തു. അപ്പോൾ ഈ തെളിവ് നശിപ്പിക്കുക എന്നുള്ള ഗുരുതരമായിട്ടുള്ള കുറ്റകൃത്യം, N പ്രശാന്ത് എന്തായാലും അങ്ങനെയുള്ള തെളിവ് നശീകരണത്തിലേക്കൊന്നും പോയിട്ടില്ല. കാര്യങ്ങൾ പബ്ലിക് ഡൊമൈനിലേക്ക് വെച്ചൊരു വിഴുപ്പലക്കൽ നടത്തിയത് തെറ്റാണ്. സർവീസ് ചട്ടത്തിനനുസരിച്ച് അങ്ങനെ ചെയ്യാൻ പാടില്ല. ഉന്നത ഉദ്യോഗസ്ഥനെതിരെ പരസ്യ വിമർശനത്തിലേക്ക് പോയി, അതൊക്കെ തെറ്റാണ്. അതൊക്കെ തെറ്റാണെന്നുള്ളത് നമ്മൾ അംഗീകരിക്കുന്നു. പക്ഷേ ഇവിടെ തെളിവ് നശിപ്പിച്ച ഗോപാലകൃഷ്ണൻ ഒരു നീതി, പരസ്യമായി പോസ്റ്റുകൾ ഇട്ട N പ്രശാന്തിന് മറ്റൊരു നീതി. N പ്രശാന്തിനെതിരെ മാത്രമേ ഇനി അങ്ങോട്ട് നടപടികളുടെ ഒരു തുടർച്ച നമ്മൾ കാണൂ എന്നുള്ളത്
എന്നുള്ളതാണ് ഇന്ന് വരെയുള്ള സ്റ്റാറ്റസ് വെച്ച് മനസ്സിലാക്കാൻ കഴിയുന്നത്. അപ്പോൾ അവിടെ ഈ ഗോപാലകൃഷ്ണന് കൊടുക്കുന്നത് ഈ വിദ്വേഷ പരാമർശങ്ങൾ അടങ്ങിയ സന്ദേശങ്ങൾ ഗ്രൂപ്പിൽ ഇല്ലാത്തതിനാൽ കേസ് നിലനിൽക്കില്ല. ഇതാണ് നാർക്കോട്ടിക് സെൽ അസിസ്റ്റന്റ് കമ്മീഷണർ അജിത് ചന്ദ്രൻ നായരുടെ റിപ്പോർട്ടിൽ പറയുന്ന കാര്യം. പ്രാഥമിക അന്വേഷണം അജിത് ചന്ദ്രൻ നായരാണ് നടത്തിയത്. അതുപോലെ തന്നെ ഈ അംഗങ്ങളായി ചേർത്ത ആർക്കും പരാതിയില്ല. ഈ വിവാദമായ ഈ ഗ്രൂപ്പിൽ അംഗങ്ങളായി ചേർത്ത ആർക്കും പരാതിയില്ല. ഈ ഫോൺ റീസെറ്റ് ചെയ്തു. ഈ റീസെറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പ് ഉണ്ടാക്കിയത് അദ്ദേഹമാണ് എന്ന് തെളിയിക്കാൻ കഴിയില്ല എന്നാണ് ആദ്യം പറഞ്ഞത്. പക്ഷേ നമ്മുടെ സാങ്കേതിക സംവിധാനങ്ങളൊക്കെ വെച്ച് ആരാണത് ക്രിയേറ്റ് ചെയ്തത് എന്നുള്ളത് മറ്റുള്ളവരുടെ ഫോണുകളിൽ നിന്ന് കിട്ടുന്നതേ ഉള്ളൂ. കാരണം ഞാനിപ്പോൾ ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കി ഉണ്ണിസാറിനെ ആഡ് ചെയ്താൽ സോ ആൻഡ് സോ ക്രിയേറ്റഡ് ദിസ് ഗ്രൂപ്പ് എന്നുള്ളതായിരിക്കും ആ വാട്സാപ്പ് ഗ്രൂപ്പിൽ ആദ്യം വരുന്ന മെസ്സേജ്. അത് ഉണ്ണിസാറിൻ്റെ ഫോണിൽ നിന്നും പിടിച്ചെടുക്കാവുന്നതേ ഉള്ളൂ, അല്ലെങ്കിൽ കണ്ടെത്താവുന്നതേ ഉള്ളൂ. ഇത്രയും സിമ്പിളായി ചെയ്യാവുന്ന കാര്യത്തിനാണ് കണ്ടെത്താൻ കഴിയില്ല എന്നൊരു തൊടുന്യായം പറയുന്നത്. ആ ന്യായവും നിലനിൽക്കില്ല എന്നുള്ളതാണ് വസ്തുത. ഈ ഹാക്കിങ്ങിലെ പരാതി ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. മുസ്ലിം ഗ്രൂപ്പ് കൂടി ഉണ്ടാക്കി ഇത് ബാലൻസ് ചെയ്യാൻ നോക്കിയതും ഈ അന്വേഷണ പരിധിയിൽ വന്നിട്ടില്ല. പോലീസിന് കൊടുത്തിട്ടുള്ള സ്ക്രീൻഷോട്ട്, റിപ്പോർട്ട്, ഇതൊന്നും ഈ ചാർജ് മെമ്മോയിൽ വന്നിട്ടില്ല. അപ്പോൾ ഇതെല്ലാം ഹൈഡ് ചെയ്തിരിക്കുകയാണ്. അതിൻ്റെ അർത്ഥം സേഫ് സോണിൽ നിൽക്കുന്നയാൾ അവിടെ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. ഇത് കുറച്ചുനാൾ മാധ്യമങ്ങളിലും വാർത്തയാകും, ചർച്ചയാകും. അതിനപ്പുറത്തേക്ക് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഈ വിഷയത്തിൽ എന്നുള്ളതാണ്. ഒരു കള്ളം പറയുന്നു, അതിൽ നിന്ന് രക്ഷപ്പെടാൻ അടുത്ത കള്ളം പറയുന്നു, അങ്ങനെ തുടർച്ചയായി കള്ളം പറഞ്ഞ് അദ്ദേഹം സേഫായി നിൽക്കുന്നു. അതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഈ മാധ്യമങ്ങളിൽ വാർത്ത വന്നില്ലായിരുന്നുവെങ്കിൽ ഈ സംഭവമൊക്കെ അതിനുള്ളിൽ തന്നെ അകത്തളങ്ങളിൽ അന്തപുരത്തിൽ തന്നെ ഇത് കെട്ടടങ്ങുന്ന ഒരു വിവാദമായി മാറിയേനെ. മാധ്യമങ്ങളിൽ വാർത്തയായതുകൊണ്ട് മാത്രമാണ് ഇത്രയും പേരിനൊരു അന്വേഷണമെങ്കിലും ഈ വിഷയത്തിൽ നടന്നിരിക്കുന്നത്. അപ്പോൾ ഈ അഡീഷണൽ ചീഫ് സെക്രട്ടറി എ ജി തിലക് എൻ പ്രശാന്തിനെതിരായ അന്വേഷണത്തിൽ കാണിക്കുന്ന ഇൻട്രസ്റ്റ് ഒന്നും ഈ അന്വേഷണത്തിൽ കാണിക്കുന്നില്ല. അപ്പോൾ അന്വേഷണത്തിൽ കാണിക്കുന്ന താല്പര്യങ്ങളിലുമുണ്ട് ചില സംശയങ്ങൾ. ചീഫ് സെക്രട്ടറിക്കായാലും വലിയ താല്പര്യമൊന്നും ഈ അന്വേഷണം നടക്കണം എന്നുള്ളതിൽ ഇല്ല എന്ന് വേണം മനസ്സിലാക്കാൻ. അല്ല എങ്കിൽ എങ്ങനെയാണ് ഈ ഒരു വിഷയത്തിൽ ഇത്രയും കാര്യങ്ങൾ മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണത്തിലേക്ക് പോവുക? ആ ചോദ്യങ്ങളൊക്കെ പൊതുസമൂഹത്തിന് മുന്നിൽ നിൽക്കുന്നുണ്ട്. അദ്ദേഹം തീവ്രവാദ ആശയങ്ങളൊന്നും പ്രചരിപ്പിക്കാനായി ഒരു ഗ്രൂപ്പ് ഉണ്ടാക്കിയെന്ന് ഞാനിപ്പോഴും കരുതുന്നില്ല കേട്ടോ. അദ്ദേഹം എന്തിനാണോ ആ ഗ്രൂപ്പ് ഉണ്ടാക്കിയത്, ആര് പറഞ്ഞിട്ടാണോ, മുകളിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരം എന്നുള്ള മറുപടിയാണ് ഈ ഗ്രൂപ്പിൽ ആഡ് ചെയ്ത ആളുകൾക്ക് അദ്ദേഹം കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ മുകളിലിരിക്കുന്ന ആളാരാണ് എന്നുള്ളത് പറയേണ്ടത് ഗോപാലകൃഷ്ണൻ IAS ആണ്. അദ്ദേഹം സേഫാണ്, സുരക്ഷിതരായി തന്നെ തുടരും എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ശരി, അപ്പം 3 പേരുടെയും അഭിപ്രായം ഒന്ന് തന്നെയാണ്. സുരക്ഷിതനായോ എന്ന ചോദ്യത്തിന് യെസ് എന്നാണ് 3 പേരും. Meet the editors.